ഹലോ, ആലിപ്പഴ ഹോം മെയ്ഡിലേക്ക് സ്വാഗതം. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു ബജിയാണ് മുളക് ബജി. സാധാ മുളക് ബജിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു മുളക് ബജിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അതിനു മുൻപായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ നന്നായി കഴുകി വൃത്തിയാക്കിയ കുറച്ച് ബജിമുളക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് തിളച്ച വെള്ളത്തിലിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ചില ബജിമുളക് നമ്മൾ കഴിക്കുമ്പോൾ അതിനൊരു പച്ച ടേസ്റ്റ് ആയിരിക്കും, അതുപോലെ കുറച്ച് നല്ല എരിവും ഉണ്ടാവും. അപ്പോൾ ഇത് രണ്ടും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി തിളച്ച വെള്ളത്തിൽ നിന്ന് ഒരു 3-4 മിനിറ്റ് ഇതേപോലെ ഒന്ന് നന്നായി അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ മുളക് അധികം വെന്ത് പോവാതെ നോക്കണം. ഒന്ന് വാടി വന്നേന്ന് കഴിഞ്ഞാൽ മുളക് നമുക്ക് ഈ തിളച്ച വെള്ളത്തിൽ നിന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത് ഞാനിവിടെ വാട്ടിയെടുത്ത ബജിമുളകാണ്. ഇനി നമുക്കിതൊന്ന് മുറിച്ച് കൊടുക്കണം. ഇതേപോലെ ഓരോ ബജിമുളകും എടുത്തിട്ട് ഒരു 2 പീസായിട്ട് അല്ലെങ്കിൽ 4 പീസായിട്ട് നമുക്ക് മുറിച്ച് കൊടുക്കാം. ഞാനിവിടെ ഓരോ ബജിമുളകും 4 പീസായിട്ടാണ് മുറിച്ച് മാറ്റുന്നത്. അപ്പോൾ ഇതുപോലെ കനം കുറഞ്ഞ് ബജിമുളക് മുറിച്ച് മാറ്റിയിട്ട് ബജി ഉണ്ടാക്കിയെടുത്താൽ നല്ല കനമില്ലാത്ത ബജിയായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മുറിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ എല്ലാ ബജിമുളകും ഇതേപോലെ 4 പീസായിട്ട് നമുക്ക് മുറിച്ച് കൊടുക്കാം. മുളകെല്ലാം ഇതുപോലെ മുറിച്ച് ഒരു ബൗളിലോട്ട് ഇട്ട് വെക്കണം. ഇത് കുറച്ച് പുളിയാണ്. അപ്പോൾ നേരത്തെ തന്നെ കുറച്ച് വെള്ളത്തിൽ കുതിരാൻ വെച്ചിരുന്നു. ഇത് നന്നായിട്ട് ഇതേപോലെ ഒന്ന് പിഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ പുളിവെള്ളം നമുക്ക് ഈ മുളകിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പുളിവെള്ളം അധികം ആവരുത്. അപ്പോൾ മുളക് എടുക്കുന്നതിനനുസരിച്ച് നമുക്ക് പുളിയും കൂട്ടിയും കുറച്ചും കൊടുക്കണം. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പും അധികം ആവരുത്. ബാറ്ററി ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മൾ അതിൽ ഉപ്പ് ചേർക്കുന്നതാണ്. അപ്പോൾ ആവശ്യത്തിന് കുറച്ച് ഉപ്പും പുളിയും ഇട്ടതിന് ശേഷം ഇത് നന്നായി ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ഈ ഉപ്പും പുളിയൊക്കെ ഈ മുളകിൽ പിടിക്കാൻ വേണ്ടി ഒരു അരമണിക്കൂർ ഇതൊന്ന് മാറ്റി വെക്കണം. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് നല്ലൊരു ബാറ്ററി ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് 1 കപ്പ് കടലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് 1 കപ്പ് മൈദയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. മുളക് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യുക. 1/4 ടീസ്പൂൺ ഗരം മസാല. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ മീറ്റ് മസാല. ഇനി ഇതിലോട്ട് ഇതേപോലെ നന്നായി ചെറുതായിട്ട് അരിഞ്ഞ ചെറിയൊരു കഷ്ണം സവാള മതി കേട്ടോ. അപ്പോൾ എത്രയും ചെറുതായി അരിയാൻ പറ്റും അത്രയും ചെറുതായി അരിഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഇതേപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള കുറച്ച് കറിവേപ്പില. ഇനി ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിലിനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ആ ഭാഗവും ഇത് മിക്സ് ചെയ്യുന്ന ആദ്യ ഭാഗവും വീഡിയോയിൽ നമുക്ക് കിട്ടിയിട്ടില്ല. അതും കൂടി ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു കോഴിമുട്ടയും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ കോഴിമുട്ടയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഈ പൊടികൾ ഒന്നും കൂടി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. പൊടികളൊക്കെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഈ ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറേ വെള്ളം ഒഴിക്കരുത്. അപ്പോൾ ഈ മാവ് ലൂസായിട്ട് പോകും. അപ്പോൾ കുറച്ച് ആവശ്യത്തിന് ഒഴിച്ച് മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ ഏതൊരു ബജി കഴിക്കുമ്പോൾ നമുക്ക് അതിനായിട്ടുള്ള ടേസ്റ്റ് കിട്ടുന്നത് ഈ ബാറ്റർ നന്നായിട്ട് വരുമ്പോഴാണ് ബജിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതേപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഈ ബജിക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 ഡ്രോപ്സ് അല്ലെങ്കിൽ 1 ഡ്രോപ്സ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഈ ബജിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതേപോലത്തെ ഒരു വിസ്ക് വെച്ചിട്ട് നമ്മൾ കൈ കൊണ്ട് ഇളക്കുന്നതിന് പകരമായിട്ട് ഇതേപോലെ ഒരു വിസ്ക് വെച്ചിട്ട് 2 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ മാവ് ഒരു 15-20 മിനിറ്റ് നമുക്ക് ഇതേപോലെ ഒന്ന് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ബജി ഉണ്ടാക്കാം. ഇത് ഞാൻ നേരത്തെ പുളിവെള്ളത്തിലിട്ട് വെച്ച ബജി മുളകാണ്. അത് ഞാനൊരു സ്റ്റൈനറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഈ പുളിവെള്ളത്തിൽ നിന്ന് നേരിട്ടിട്ട് ഈ ബാറ്ററിലോട്ട് ഇട്ടാൽ അത് ബാറ്ററി വെള്ളം വീണ് ലൂസായിട്ട് പോകും. അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഓരോ പീസ് മുളകും എടുത്ത് ഇതേപോലെ മാവ് ഇതേപോലെ ഈ മുളകിൽ നന്നായിട്ട് പിടിച്ചിരിക്കണം. എന്നാലാണ് ഇതിൻ്റെ ബാറ്ററി ശരിയായിട്ടുണ്ടെന്ന് അറിയാം. ഇനി നമുക്കിത് നന്നായി ചൂടായ എണ്ണയിലിട്ട് ഓരോ മുളകും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ മുളകും ഈ ബാറ്ററിൽ മുക്കി ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ഭാഗം വേവുമ്പോൾ മറ്റേ ഭാഗം തിരിച്ചു മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം.
അപ്പോൾ ആദ്യം എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരണം. പിന്നീട് നമ്മൾ മുളക് ഇട്ടതിന് ശേഷം ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിലോട്ടെങ്കിലും ആക്കിയതിന് ശേഷം മാത്രമേ ഇത് ഫ്രൈ ചെയ്യാവൂ, അല്ലെങ്കിൽ എളുപ്പം മുളക് കരിഞ്ഞു പോകും. ഇപ്പോൾ ഫ്രൈ ചെയ്ത് നന്നായി ശരിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ അടുത്ത മുളകും ഇതേപോലെ മാവിൽ മുക്കി നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ മാവ് 15-20 മിനിറ്റ് നമ്മൾ മാറ്റി വെച്ചാൽ അതിൽ മസാലകളൊക്കെ നന്നായിട്ട് പിടിച്ച് ഒരു നല്ലൊരു ടേസ്റ്റായിട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. അതിനുശേഷം നന്നായിട്ട് വീണ്ടും തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ടേസ്റ്റ് കിട്ടാനും കാണാൻ നല്ലൊരു ഭംഗിയും കൂടിയാണ്, പിന്നെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ്. ഇതേപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ ബജിമുളക് ഉണ്ടാക്കിയെടുത്താൽ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടമാവും. എന്താ വെച്ചാൽ നമ്മൾ പുളിവെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചതുകൊണ്ട് നല്ല എരിവൊന്നും അധികമില്ല. അപ്പോൾ മുളകൊക്കെ നന്നായി വാടിയിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള ബജി റെസിപ്പിയാണ്. ഇനി നമുക്ക് ഇതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. ഇതേപോലെ കുട്ടികൾക്കൊക്കെ ബജി ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ പാത്രം കാലിയാകുന്ന സമയം അറിയില്ല. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബജിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതേപോലെ നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്